ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കുള്ള വചനമാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയുടെ അവസാനം വരെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല സ്റ്റാറ്റസ് ആക്കാനും സ്റ്റോറി ആക്കാനും മറന്നു പോകരുത്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രദർ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 10 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ആലപ്പുഴയിലുള്ള IMS ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ശക്തീകരണ ധ്യാനം നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റിൽ ബുക്ക് ചെയ്യുക. വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അതുകൊണ്ട് ആദ്യമേ വിളിച്ച് ബുക്ക് ചെയ്യുന്ന 100 പേർക്ക് മാത്രമാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ഈ ധ്യാനം നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായിരിക്കും, അഭിഷേകമായിരിക്കും. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 71 തിരുവചനം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദുരിതങ്ങളിലൂടെ കടന്നുപോയവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവരും വിഷമങ്ങളിലൂടെ, വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. വചനം പറയുകയാണ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആർക്കാണ് ദുരിതങ്ങൾ ഉപകാരമായി മാറുന്നത്? ദൈവമക്കൾക്ക്. ആർക്കാണ് ദുരിതങ്ങൾ ഉപദ്രവകരമായി മാറുന്നത്? ഞാൻ പറയുന്നില്ല, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു സഹനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 2017 എൻ്റെ വിവാഹം കഴിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്ന സമയത്ത് കർത്താവിനോട് സംസാരിക്കുകയാണ്. ജെഫിനെ, ഞാൻ നിനക്ക് ആദ്യമായി തരുന്ന ഒരു ആൺകുട്ടിയാണ്, അവന് അബ്രഹാം എന്ന് പേരിടണം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വൈഫ് പ്രഗ്നൻ്റ് ആകുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. 7-ാം മാസം വൈഫിൻ്റെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം എന്നെ വിളിക്കുകയാണ്, ജെഫ് ചേട്ടാ, കുഞ്ഞ് അനങ്ങുന്നില്ല. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഡോക്ടർ സ്കാൻ ചെയ്യുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല, കുഞ്ഞ് മരിച്ചുപോയി. ഒരുപാട് സങ്കടമായി, വേദനയായി. പ്രിയപ്പെട്ടവരെ, കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, കർത്താവ് പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റപ്പെടുകയാണ്. ആൺകുട്ടി, അവൻ അബ്രഹാം എന്ന് പേരിട്ടു. സെമിത്തേരിയിൽ കുഞ്ഞിനെ വെക്കുന്ന സമയത്ത് ഞാനോട് പറഞ്ഞു, അബ്രഹാമേ, നീ അല്പം മുന്നേ പോയി, അല്പം വൈകിയാണെങ്കിലും അപ്പനും അമ്മയും ഞങ്ങളെല്ലാവരും നിൻ്റെ അടുക്കിലേക്ക് തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. പ്രിയപ്പെട്ടവർ, ഓരോ സഹനങ്ങളും നമ്മെ തളർത്താനുള്ളതല്ല, നമ്മെ വളർത്താനുള്ളതാണ്. നമ്മളെ തകർക്കാനുള്ളതല്ല സഹനങ്ങൾ, നമ്മളെ ഉയർത്താനുള്ളത്. അതുകൊണ്ട് മറന്നു പോകരുത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ വചനം ഏറ്റുപറയാൻ കഴിയുള്ളൂ. ഏത് വചനം? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 71 തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.